പ്രിയ പ്രേക്ഷകരെ, ജൂലൈ 31 തീയതിയിലെ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിന് അനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് നടക്കുന്നത് എന്ന് നോക്കാം. തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ, ഭാഗ്യസൂചനകൾ എന്നിവ വിശദമായി നമുക്ക് നോക്കാം. നിങ്ങളുടെ നക്ഷത്രം കേൾക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് ജൂലൈ 31 പുതിയ അവസരങ്ങൾ നൽകുന്ന ഒരു ദിവസമായിരിക്കും. തൊഴിൽ മേഖലയിൽ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു ദിവസമാണ്. ബിസിനസ്സിൽ പുതിയ ബന്ധങ്ങൾ ഇന്ന് ഗുണകരമായി മാറും. സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ന് ശ്രദ്ധയോടെ തീരുമാനങ്ങൾ എടുക്കുക. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ഇന്ന് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മുന്നേറ്റം ഇന്ന് ഉണ്ടാകും. ആരോഗ്യത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും ഇന്ന് അവഗണിക്കരുത്. ആത്മവിശ്വാസത്തോടെ ഇന്ന് മുന്നോട്ട് പോകുക. ദേവി പ്രാർത്ഥന നടത്തുന്നതും ഓം ശ്രീം ദുർഗായ നമ എന്ന മന്ത്രം ജപിക്കുന്നതും ഇന്ന് ശുഭഫലം വർദ്ധിപ്പിക്കും. അടുത്തത് വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് ഇന്ന് പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു ദിവസമാണ്. ജോലിയിൽ ഉയർച്ചയ്ക്കുള്ള സാധ്യതകൾ ഇന്ന് കാണാം. ബിസിനസ്സിൽ പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ആലോചനകൾ ഇന്ന് നടക്കും. സാമ്പത്തികമായി നല്ല മാറ്റങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുടെ പിന്തുണ ഇന്ന് ലഭിക്കുന്നതായും കാണാം. പ്രണയബന്ധങ്ങളിൽ പരസ്പര വിശ്വാസം ഇന്ന് വർദ്ധിക്കുന്നതായി കാണാം. ആരോഗ്യത്തിനായി നല്ല ശീലങ്ങൾ ഇന്ന് പാലിക്കേണ്ടതാണ്. ദൈവവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നത് ഇന്ന് വളരെ ഗുണം ചെയ്യും. ഗുരുപൂജ നടത്തുന്നതും ഓം ഗുരുവേ നമ എന്ന മന്ത്രം ജപിക്കുന്നതും ഇന്ന് ശുഭഫലം നൽകുന്നു. അടുത്തത് അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് ഇന്ന് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇന്ന് ലഭിക്കും. ബിസിനസ്സിൽ സ്ഥിരത കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മമായ തീരുമാനങ്ങൾ ഇന്ന് എടുക്കേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഇന്ന് ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധയും ഓർമ്മശക്തിയും ഇന്ന് വർദ്ധിക്കുന്നതായി കാണാം. ആരോഗ്യത്തിൽ മാനസിക സമാധാനം ഇന്ന് പ്രധാനമാണ്. പഴയ ചില പ്രശ്നങ്ങൾക്ക് ഇന്ന് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഓം നമ ശിവായ എന്ന മന്ത്രം ജപിക്കുന്നതും ഇന്ന് ശുഭഫലം നൽകുന്നു. അടുത്തത് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇന്ന് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ദിവസമായിരിക്കും. തൊഴിൽ രംഗത്ത് പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം ഇന്ന് വന്നു ചേരാം. ബിസിനസ്സുകാർക്ക് പുതിയ അവസരങ്ങൾ ഇന്ന് ലഭിക്കാം. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്താൻ ഇന്ന് നിങ്ങൾക്ക് സാധിക്കും. കുടുംബകാര്യങ്ങളിൽ ക്ഷമയോടെ ഇന്ന് പെരുമാറുക. ആരോഗ്യത്തിൽ വിശ്രമത്തിന് ഇന്ന് പ്രാധാന്യം നൽകണം. ആത്മീയ കാര്യങ്ങളിൽ ഇന്ന് ശ്രദ്ധ നൽകുന്നത് മനസ്സിന് ശക്തി നൽകും. നാഗദേവതാ പ്രാർത്ഥന നടത്തുന്നത് ഓം നമോ നാഗദേവായ നമ എന്ന മന്ത്രം ജപിക്കുന്നതും ഇന്ന് ശുഭഫലം നൽകുന്നു. അടുത്തത് മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർക്ക് ഇന്ന് തടസ്സങ്ങൾ മാറുന്ന ഒരു ദിവസമായി മാറുന്നു. ഏറെ നാളായി കാത്തിരുന്ന ചില കാര്യങ്ങളിൽ ഇന്ന് പുരോഗതി ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ പുതിയ സാധ്യതകൾ ഇന്ന് വരും. സാമ്പത്തിക കാര്യങ്ങളിൽ ആസൂത്രണം വിജയത്തിലേക്ക് നയിക്കാം. കുടുംബത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഇന്ന് ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ഒരു ദിവസമാകും. ആരോഗ്യം ഇന്ന് ശ്രദ്ധിക്കുക. അമിതമായ സമ്മർദ്ദം ഇന്ന് ഒഴിവാക്കേണ്ടതാണ്. ഗണപതി പ്രാർത്ഥന നടത്തുക. ഓം ഗം ഗണപതയെ നമ എന്ന മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത്
ഇന്ന് ശുഭഫലം നൽകുന്നു. അടുത്തത് പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാർക്ക് ഇന്ന് ഭാഗ്യത്തിൻ്റെ പിന്തുണ ലഭിക്കുന്ന ഒരു ദിവസമാണ്. തൊഴിൽ മേഖലയിൽ പുരോഗതിക്ക് ഇന്ന് അവസരങ്ങൾ ഉണ്ടാകാം. പുതിയ കാര്യങ്ങൾ പഠിക്കാനും മുന്നേറാനും ഇന്ന് സാധിക്കും. സാമ്പത്തികമായി നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ന് നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും ഇന്ന് വർദ്ധിക്കും. യാത്രകൾക്ക് ഇന്ന് സാധ്യത കാണുന്നു. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയും ക്രമവും പാലിക്കുക. ആത്മവിശ്വാസത്തോടെ എടുത്ത തീരുമാനങ്ങൾ ഇന്ന് നിങ്ങൾക്ക് നേട്ടം നൽകും. മഹാവിഷ്ണു പ്രാർത്ഥന നടത്തുന്നതും ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നതും ഇന്ന് ശുഭഫലം നൽകും. ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ജോലിയിൽ അംഗീകാരവും വളർച്ചയ്ക്കുള്ള അവസരങ്ങളും ഇന്ന് ലഭിക്കാം. ബിസിനസ്സിൽ പുതിയ മുന്നേറ്റങ്ങൾ ഇന്ന് ഉണ്ടാകും. സാമ്പത്തികമായി സ്ഥിരത കൈവരിക്കാൻ ഇന്ന് സാധിക്കും. കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹം ഇന്ന് ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല ഫലങ്ങൾ നേടാൻ ഇന്ന് സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ദിനചര്യ ശ്രദ്ധിക്കുക. നല്ല ചിന്തകളോടെ മുന്നോട്ട് പോകുന്നവർക്ക് ഇന്ന് മികച്ച വിജയം ലഭിക്കും. സൂര്യപ്രാർത്ഥന നടത്തുകയും ഓം ആദിത്യായ നമ എന്ന മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് ഇന്ന് ശുഭഫലം നൽകുന്നു. ഇതാണ് ഇന്നത്തെ നക്ഷത്രഫലത്തിൻ്റെ 3-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഭാഗം 4 തിരുവോണം മുതൽ രേവതി വരെ അവസാന നക്ഷത്ര ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.